ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. നിറയെ സസ്പെൻസുകളുമായി ഇത്തവണയും നാലോണനാളിൽ തൃശൂർ നഗരത്തിൽ പുലികൾ ഇറങ്ങും. പുലികൾക്കായുള്ള നിറക്കൂട്ടുകൾ ഓരോ പുലിമടകളിൽ തയ്യാറായി കഴിഞ്ഞു. ക്രമത്തിൽ ചുവടുവെച്ച് ചെണ്ടമേളത്തിനൊത്ത് തലയാട്ടി കുംഭകുലിക്ക് വരുന്ന പുലികളുടെ വരവും കാത്തിരിക്കുകയാണ് നാടും നഗരവും. കാണികളുടെ പുലിയാവേശത്തെ വരവേൽക്കാൻ പുലിമടകളിൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. പുലിവരയ്ക്കായുള്ള ചമയക്കൂട്ടുകൾ തയ്യാറാക്കുന്ന ജോലിയാണ് ആദ്യം ആരംഭിച്ചത്. നിറയെ സസ്പെൻസുകളുമായാണ് ഇത്തവണ ഓരോ ദേശങ്ങളും പുലിമടകളിൽ നിന്നിറങ്ങുക. ഇതിനുവേണ്ട എല്ലാ ഒരുക്കങ്ങളും പുലിമടകളിൽ തകൃതിയാണ്. 7 സംഘങ്ങളാണ് ഇത്തവണ പുലിക്കളിയിൽ പങ്കെടുക്കുന്നത്. അരമണികൾ, പുലിമുഖങ്ങൾ, തോരണങ്ങൾ, കാൽച്ചിലമ്പുകൾ തുടങ്ങി പുലിക്കളിയിൽ എതിർ ടീമുകളെ പിന്നിലാക്കുവാൻ വേണ്ട മികച്ച സമയങ്ങളാണ് ദേശങ്ങൾ തങ്ങളുടെ പുലിമടകളിൽ ഒരുക്കിയിട്ടുള്ളത്. ഓരോ വർഷവും പുതുമകൾ നിറഞ്ഞതായിരിക്കും പുലിക്കളിയെന്ന് ദേശക്കാർ പറഞ്ഞു. ഇത്തവണയും ഒട്ടേറെ സസ്പെൻസുകൾ ഓരോ ടീമും ഒരുക്കിയിട്ടുണ്ട്. 1 വർഷമായി ഇതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളിക്ക് ആശങ്കയുണ്ടായെങ്കിലും ഇപ്പോൾ പുലിക്കളി ഒരുക്കങ്ങൾ സജീവമായതായി ദേശക്കാർ പറഞ്ഞു. പുലിക്കളിയെ സംബന്ധിച്ച് എല്ലാ വർഷവും പുതുമകൾ നിറഞ്ഞിട്ടുള്ളതാണ് പുലിക്കളി എന്ന് പറയുന്നത്. കാരണം എല്ലാ വർഷവും ഈ മത്സരാടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ എല്ലാ പുലിമടകളിലും എല്ലാ സംഘങ്ങളും വ്യത്യസ്തമായ പല കാര്യങ്ങളും പുതുമകളും ഉണ്ടാവാറുണ്ട്. കഴിഞ്ഞ വർഷം നമ്മളെ സംബന്ധിച്ചുണ്ടായിരുന്നത് പുലികളുടെ പാതകമായിരുന്നു, ചെരുപ്പായിരുന്നു. ഈ വർഷവും നമ്മൾ കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് സസ്പെൻസ് ആയിക്കൊണ്ട് ലാസ്റ്റ് സമയത്ത് തന്നെയാണ് എല്ലാ ടീമുകളും പുറത്തേക്ക് കൊണ്ടുവരാറുള്ളത്. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലായിരുന്നു. കാരണം നമ്മളിപ്പോൾ 1 വർഷത്തോളമായി ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ട്. പക്ഷേ ഈ കഴിഞ്ഞ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒന്ന് പിന്നിലേക്ക് പോയെങ്കിലും പിന്നീട് നമ്മൾ വന്ന് സജീവമായിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഓരോ ടീമുകളിലും വരയൻ പുലികളും പുള്ളിപ്പുലികളും കരിമ്പുലികളും ഉണ്ടാകും. ഇത്തവണയും പുലിക്കളിക്ക് പെൺപുലികൾ ഇറങ്ങും. നാളെ പുലർച്ചെ മുതൽ പുലിവേഷം കിട്ടുന്ന കലാകാരന്മാർ പുലിമടകളിലെത്തി ദേഹത്ത് ചായമിടും. വൈകിട്ട് 4 മണിയോടെ തൃശൂർ നഗരം പുലികൾ കീഴടക്കും. സർക്കിൾ ലൈവ് ന്യൂസ്, തൃശൂർ. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ. ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആലുകാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ.